ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്ത് വിഷ്ണുട്ടാ? IG ഓഫീസിൽ എത്തണം. എന്താ സാറേ ഇതൊക്കെ? ഇതൊരു തുടക്കാനോ? വരാൻ പോകുന്ന വലിയൊരു കൂട്ട വെടിക്കെട്ടിന്റെ സാമ്പിൾ വെടിക്കെട്ട്. ഇവനെ ഞാൻ അധികകാലം ഡ്രൈവറായിട്ട് ഇവിടെ വാഴിക്കില്ല. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി ഒരു സ്ഥലത്ത് ജോലി ചെയ്ത് അങ്ങനെ സൂഹിക്കണ്ട. സാറ് വരും. എന്താ വിഷ്ണുട്ടന്റെ ഉദ്ദേശം? ഇതേ ഒരു സർക്കാർ ഓഫീസർ. അവിടെ ജോലി ചെയ്യുന്നവർക്ക് അതിൻ്റെതായ ഉത്തരവാദിത്വം അച്ചടക്കവും എല്ലാം വേണം. ഇല്ലെങ്കിലേ ഇത് വലിയ ബുദ്ധിമുട്ടാവും. അതിപ്പോ ഇങ്ങോട്ട് വന്ന് കുതിര കയറിയ കൈയും കെട്ടി നോക്കിക്കാൻ പറ്റുമോ? അതിനുള്ള അവസരം ഉണ്ടാക്കരുതെന്നാ പറഞ്ഞത്. അവസരം ഞാൻ ഉണ്ടാക്കിയതല്ലോ, അവരായിട്ട് തുടങ്ങിയതല്ലേ. അതിന് വെറുതെ പോയി തല വെച്ച് കൊടുക്കുന്ന എന്തിനാ? അതായത് പുറത്തെടുക്കുന്ന ചട്ടമ്പിത്തരം കളക്ടറേറ്റിനകത്ത് എടുക്കരുതെന്നാ പറഞ്ഞത്. എടുത്ത അതിന്റെ ക്ഷീണം എനിക്ക്. മറ്റുള്ളവർക്ക് മുന്നിൽ സമാധാനം പറയേണ്ടത് ഞാനാ. ശരി മേഡം, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശത്രുക്കൾ പല രീതിയിൽ പ്രതികരിച്ചെന്നിരിക്കും. അതെല്ലാം മനഃപൂർവ്വം എന്നെ ഹരാസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാ. അതിൽ ചെന്ന് ചാടിക്കൊടുക്കരുതെന്നാ പറഞ്ഞത്. ഓക്കെ മേഡം, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല മേഡം. ഓ മാഡം മാഡം മാഡം, ഈ മാഡം എന്നുള്ള വിളി ഒന്ന് നിർത്തോ? മേഡത്തിന് മേഡം നല്ലത്, പിന്നെ എന്താ മേഡം വിളിക്കുക? അതെ, എന്നെ ഒന്നും വിളിക്കണ്ട. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. പിന്നെ അതെ അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോ പിന്നെ അതിന്റെ പേരിൽ ദേഷ്യം പിടിക്കാൻ നിൽക്കരുത്. വീടല്ല ഓഫീസ്, അവിടെ കുറച്ച് മര്യാദ അച്ചടക്കമൊക്കെ ഉണ്ടാവണം. സംസാരത്തിൽ പോലും ബഹുമാനം നിറഞ്ഞു നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയാ ഒന്നും വേണ്ടെന്ന്. എന്റെ വിഷ്ണുട്ടം ഒന്ന് മിണ്ടായിരിക്കോ? എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. അതെ തലവേദനയ്ക്ക് നല്ലതാ. ഒറ്റ തവണ ഇട്ടാ മതി, പിന്നെ പൊടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാന്നാ പറയാ. ഇനിയിപ്പോ ഞാൻ പുരട്ടി തരണോ? രാജീവ് സാറാണല്ലോ. ആ രാജീവ് സാറേ, ഞാനേ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എത്തിയെന്ന് മാത്രമല്ല, വേറൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ചേച്ചി പ്രഗ്നന്റാ. അല്ല രാജീവ് സാർ എന്നാ ഇനി അവിടുന്ന് തിരിക്കുന്നേ? അല്ല വരുന്നത് ഇങ്ങോട്ടാണോ അതോ വീട്ടിൽ പോയിട്ടേ വരുള്ളോ? ഹലോ ഹലോ, കേക്കോ സർ? ഹലോ സാർ, എന്തൊന്നും പറയാത്തെ? ഹലോ, കട്ടായോ? ഹലോ എന്തേ, എന്തുണ്ടേ? വിഷ്ണുട്ട വണ്ടി ഒന്ന് നിർത്തിയേ. വണ്ടി ഒന്ന് ഒതുക്കി നിർത്താൻ. എന്റെ തൊപ്പി. ഇപ്പോ ഞാൻ കളക്ടർ ശാലിനി വിഷ്ണു അല്ല, വെറും ശാലിനിയ. ഇപ്പതേ നമ്മൾ ഒപ്പത്തിനൊപ്പവാ. നമുക്ക് കുടുംബകാര്യം സംസാരിക്കാം. വിളിച്ചത് രാജീവ് സാറ്. പക്ഷേ ഹലോ ഹലോ, വിഷ്ണു അല്ലേ? അതെ. IG ഓഫീസിലേക്ക് ഒന്ന് വരേണ്ടി വരും. എന്ത് വിഷ്ണുട്ടാ?
IG ഓഫീസിൽ നിന്ന് എത്തണം. ഞാനിന്ന് എവിടെയൊക്കെ പോയി? എന്തെങ്കിലും വാങ്ങിക്കാൻ പോയാ? ഏത് ഭാഗത്തേക്കാ പോയെന്ന് പോലും ഓർക്കാൻ പറ്റുന്നില്ലല്ലേ. ഒന്നും ഓർക്കാൻ പറ്റുന്നില്ല. ഇതെന്തോ ഒറ്റയ്ക്ക് നിന്നുള്ളൊരു സംസാരം? ഭാമേ, ഇന്ന് ഞാൻ എവിടെയെങ്കിലും പോയതായിട്ട് അറിയാമോ? അതെങ്ങനെ എനിക്കറിയാവുന്നേ? പോയത് നിങ്ങളല്ലേ? ഞാൻ ഇവിടുന്ന് രാവിലെ പോകുന്ന ആളല്ലേ? അതിനിടയിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയോന്ന് ഞാൻ എങ്ങനെ അറിയാനാ? അല്ല, എന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ കാരണം? നിങ്ങൾ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും കുഴപ്പം ഒപ്പിച്ചോ? അത് ഞാൻ ഏതോ ഒരു കാര്യം ഭാമയോട് പറയാനായിട്ടിരുന്നതാ, പക്ഷെ മറന്നുപോയി. വല്ല ഗുണമുള്ള കാര്യമാണോ? അതിപ്പോ എന്ത് കാര്യമാണെന്ന് എനിക്ക് ഓർക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ പറയത്തില്ലേ ഭാമേ? ശരി, എന്നാ നിങ്ങൾക്ക് ഗുണമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ ചായ കുടിക്ക്, ഇല്ലെങ്കിൽ ഇതാരെ പോവും. ചുമ്മാ മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട്. ഇരിക്കെ, കുടിക്ക്. ഭാമേ, അല്ല എന്നാലും എന്തായിരിക്കും ആ കാര്യം? എന്റെ ഓർമ്മയിൽ എവിടെ കിടപ്പുണ്ട്, പക്ഷെ എന്താന്ന് മാത്രം അങ്ങോട്ട് ഓർക്കാൻ പറ്റുന്നില്ല. ആ ഡോക്ടർ ഒന്നുകൂടി പോയി കാണാം. നാട്ടിൽ നിന്നുകൊണ്ട് വല്ല മരുന്നും കഴിച്ച് ചികിത്സ തുടരാൻ പറ്റുമെന്നൊന്ന് ചോദിക്കാവല്ലോ. എനിക്ക് തോന്നുന്നില്ല അയാൾ എന്നെ സമ്മതിക്കുമെന്ന്. അല്ലാതെ ഇനി ഈ മറവിയും വെച്ചോണ്ടിരുന്നിട്ട് എന്ത് കിട്ടാനാ? ഇത്രയൊക്കെ ആയില്ലേ? ഓർമ്മ കിട്ടിയിട്ട് എന്താ കാര്യം? ഒരു പണിക്കും പോകുന്നില്ല, വെറുതെ ശരീരം അനങ്ങാതെ ചോറ് കൊല്ലായിട്ടിരിക്കാൻ ഈ ഓർമ്മയൊക്കെ തന്നെ ധാരാളമാ. എന്തിനാ രാഘവട്ടെ ഇങ്ങനെ സ്വയം പഴിച്ച് സംസാരിക്കുന്നേ? ഇത് ജീവിതമാ. നമ്മളെപ്പോഴും എന്നും കുന്നും ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ. പ്രായമാവുന്ന അനുസരിച്ച് പല അസുഖങ്ങളും വരും. രാഘവേട്ട, അതെല്ലാം മറികടന്ന് മുന്നേറുമ്പോഴാ ജീവിതം ജീവിതമാവുന്നത്. ഭാമേ, ഇങ്ങനെ പോയാ ഞാൻ എന്നെ തന്നെ മറക്കും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ എന്റെ പേരും നാളും നീ എന്റെ ഭാര്യ എന്നൊക്കെ നീ തന്നെ എനിക്ക് പറഞ്ഞു തരേണ്ടി വരും. ഇതിന്റെ അവസാനം അങ്ങനത്തെ അവസ്ഥയാ. അതുവരെ കിടത്തേക്കലെന്നുള്ള പ്രാർത്ഥന എനിക്കുള്ളൂ. മറ്റുള്ളവർക്കൊരു ഭാരമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലതേ അങ്ങ് പോകുന്നതാ.